നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 23 വർഷം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതെന്നും അതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഓരോ സൂറത്തുകളെയും നമ്മൾ പ്രത്യേകം അറിയണം. ഓരോ സൂറത്തുകളെ കുറിച്ച് നമുക്ക് എന്ത് വേണം? അറിയണം. അപ്പൊ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട അറിയാൻ നിർബന്ധമുള്ള ഒരു സൂറത്ത് ഏതാണെന്നറിയോ? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ഒരു വ്യക്തിയും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ? ഈ 114 സൂറത്തുണ്ട്, അതൊന്നും ഓതിയില്ലെങ്കിലും പക്ഷേ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഒരക്ഷരം തെറ്റിപ്പോയാൽ എന്താവും? എന്തുകൊണ്ട്? നിസ്കാരത്തിന് എത്ര ഫർളുണ്ട്? 14 ഫർളാണേ നമസ്കാരത്തിന്, 14 കേടുവന്നാൽ എന്തിന്? നിസ്കാരം അപ്പോൾ തന്നെ പിഴവായി പോകുമേ, നിൽക്കുന്നു റബ്ബിൻ മുമ്പിൽ എന്തിനു ഭംഗമേ. ഒന്നാമത്തെ എന്തുവാ? നിയ്യത്ത് വേണമതാദ്യമായി ഫർളൊന്നതാ, നിയ്യത്ത് കൂടാതുള്ള മൽപാഴായതാ. രണ്ടാമത്തെ ഫർള് ഏതാ? തക്ബീറത്തുൽ ഇഹ്റാം രണ്ടാം ഫർളടോ, തക്ബീറു നിയ്യത്തോടെ ചേർക്കണം അറിയടോ. മൂന്നാമത്തെ ഫർള് എന്താ? കഴിവുള്ളവൻ ഫർളിന് വേണ്ടി നിൽക്കണം, കഴിയാതെ വന്നാൽ കിബില കൊള്ളയിരിക്കണം. കഴിവുണ്ടെങ്കിൽ നിന്നേ നിസ്കരിക്കാവുള്ളൂ. കഴിവുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും, നിസ്കാരം ശരിയാവത്തില്ല. കാരണം എന്താ? ഒരു ഫർള് നഷ്ടപ്പെട്ടു. ഇനി എന്നാലോ നാലാമത്തെ ഫർളാണ് എല്ലാവരും തെറ്റിക്കുന്നു. മിക്കവരുടെയും നിസ്കാരം ബാത്തിലാവുന്ന നാലാമത്തെ ഫർളിലൂടെ. ഒന്നാമത്തെ നിയ്യത്ത് കറക്റ്റ് ചെയ്തു, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി. തക്ബീറത്തുൽ ഇഹ്റാം എന്താണ്? നിയ്യത്തോടെ യോജിച്ചു വരണം, അല്ലേ? തക്ബീറത്തുൽ ഇഹ്റാം എന്തോട് യോജിച്ചു വരണം? നിയ്യത്തോടെ യോജിച്ചു വരുമ്പോൾ അല്ലാഹു അക്ബർ നിയ്യത്ത് ചെയ്തു, അതേ ഉടനെ തന്നെ, അതായത് സാവകാശമില്ല. നിസ്കാരത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബറിന്റെയും അള്ളാഹുവിന്റെ അക്ബറിന്റെ ഇടയിൽ മനസ്സിൽ കൊണ്ടുവരണം. എന്തുകൊണ്ടുവരണം? നിയ്യത്ത് കൊണ്ടുവരണം. അപ്പൊ ഒന്ന് നിയ്യത്ത്, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, ഒന്നാണ് കഴിവുള്ളവൻ നിൽക്കൽ. എന്നാലോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം എല്ലാം പാഴായിപ്പോകും. എന്തായി? നാലാമതായി നീ ഫാത്തിഹ ഒന്നോദണം, 4 റക്അത്തെങ്കിലും അത് തുടരണം. മാറ്റി തിരിച്ചിട്ടക്ഷരം മറിക്കല്ലേ, മാറ്റം വരും തരം അർത്ഥവും വരുത്തല്ലേ. ഹർക്കാത്തു സക്കനാത്തൊക്കെയും ശ്രദ്ധിക്കണേ, ഷദ്ദുള്ള ദിക്കിൽ ശ്രദ്ധയോടെ മോദണേ. എന്താ പറഞ്ഞത്? ഹർക്കത്തുകളും ഷദ്ദുകളും മദ്ദുകളും ഒക്കെ ശ്രദ്ധിക്കണം. ഏതില്? ഫാത്തിഹയില്. കാരണം എന്താണ്? നിസ്കാരത്തിന്റെ 14 ഫർളിൽ നാലാമത്തെ ഫർളാണ് ഏത്? ഓതല്? ഫാത്തിഹ ഓതൽ. ഫാത്തിഹയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 156 അക്ഷരമുണ്ട്. എത്ര അക്ഷരമുണ്ട്? അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നാമത്തെ ആയത്താണ്. ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ബാക്കി 113 സൂറത്തിന്റെ മുകളിലും സൂറത്ത് തൗബ ഒഴിച്ച് ബാക്കി എല്ലാ സൂറത്തിലും എന്തുണ്ട്? ബിസ്മി ഉണ്ട്. പക്ഷെ അത് ബിസ്മി നിർബന്ധമല്ല, ബിസ്മി ഒരായത്തല്ല. പക്ഷെ ഫാത്തിഹയിൽ അങ്ങനല്ല. ബിസ്മി അല്ലാഹു റഹ്മാൻ റഹീം ആയത്ത് നമ്പർ 1 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഫാത്തിഹയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഈ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? ഇനി നമുക്ക് അറിയേണ്ട എന്താണ്? ഫാത്തിഹയിൽ എത്ര ശബ്ദം ഉണ്ടെന്ന് നോക്കണം. എന്ത് വേണം? ശബ്ദം എന്ന് പറയുന്നത് എന്തുവാ? ശബ്ദ് കനപ്പിക്കുക. ഹർഫിന് മീതെ ശബ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം. ഹർഫിന് മീതെ ശബ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ ഹർഫ് കനത്തിൽ പറയണം. ശബ്ദ് പഠിക്കാൻ ജദ്ദയുമൊത്ത് ജിദ്ദയിലെത്തി നജ്മുദ്ദീൻ. ശബ്ദ പഠിച്ചു, മദ്ദ പഠിച്ചു, ജറ പഠിച്ചു, നജ്മുദ്ദീൻ. സർറ പഠിച്ചു, കറ പഠിച്ചു, മദ്ദ പഠിച്ചു, നജ്മുദ്ദീൻ. അപ്പൊ നജ്മുദ്ദീൻ എന്ന് പറയുമ്പോൾ മാലിക് യൗമിദ്ദീൻ ആത്തൊരു ശബ്ദമുണ്ട്, അതങ്ങ് ശരിയാവും അല്ലേ? ശബ്ദം എത്ര ഉണ്ട്? 14 ശബ്ദമുണ്ട്. എത്ര ശബ്ദമുണ്ട്? 14 ശബ്ദമുണ്ട്. ഏതില്? ഫാത്തിഹയില് അല്ലേ? ഈ 14 ശബ്ദയെ നമ്മൾ ശ്രദ്ധിച്ചു വന്നു. ഒരു ശബ്ദം വിട്ടുപോയാൽ നിസ്കാരം ശരിയാവുമോ? ഫാത്തിഹയായി പോകും. കാരണം എന്താ? അത്രയ്ക്ക് സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു സൂറത്താണ് ഇത് ഫാത്തിഹ. ഫാത്തിഹയിലെ സുന്നത്തുകളും പഠിക്കണം.
നിർബന്ധമായ കാര്യങ്ങളും പഠിക്കണം. പിന്നെ എന്ത് പഠിക്കണം? നമ്മള് ഇന്നും പഠിക്കണം, സുന്നത്ത് പഠിക്കണം. സുന്നത്താണ് ഫാത്തിഹയിൽ ഒരു സുന്നത്ത് പറയാം. ഫാത്തിഹയിൽ ഉൾപ്പെടാത്തയാണ് അഊദ്. അഊദ് ഓതൽ സുന്നത്താണ്. ഫാത്തിഹയിൽ ഉൾപ്പെടാത്തയാണ് ആമീൻ. ആമീൻ പറയലും. അപ്പൊ രണ്ടു സുന്നത്ത് പഠിച്ചില്ല. ഇനി ഫാത്തിഹയിൽ ഒരു സുന്നത്ത് നമുക്ക് പറയാം. ഓരോ ആയത്തിന്റെ അവസാനവും നിർത്തൽ സുന്നത്താണ്. നിർത്താതെ ഓതാം, നിർത്താതെയും. പക്ഷെ ആയത്ത് നിർത്തി ഓതൽ സുന്നത്താണ്. മനസ്സിലായല്ലോ? 7 ആയത്തും നിർത്തി ഓതൽ സുന്നത്താണ്. മനസ്സിലായില്ല? അപ്പൊ 7ാമത്തെ ആയത്ത് ഏതാണ് ഫാത്തിഹയിൽ? നോക്കാതെ പറയാം. വലല്ലാലീൻ. ആമീൻ ഖുർആനിൽ ഫാത്തിഹയിൽ പെടാത്തതല്ലെന്ന് നമ്മൾ പഠിച്ചു. വലല്ലാലീൻ എന്ന് പറയുന്ന ഒരു ആയത്തിന്റെ അവസാനം മാത്രമാ. ഒറ്റ ശ്വാസത്തിൽ ഓതണം. അല്ല മോനെ, വൈരിൽ മഗ്ദൂബി തൊട്ടല്ല തുടങ്ങുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. സിറാത്തല്ലദീന തൊട്ട് തുടങ്ങുമ്പോൾ ഒരു ആയത്താ. അങ്ങനെ ഓതി പഠിക്കണം. നമ്മൾ ഓതി പഠിക്കുമ്പോൾ എന്ത് വരും? അങ്ങനെ ഓതും. സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്തും, ഗൈരിൽ മഗ്ദൂബി അലൈഹിം നിർത്തും, വലല്ലാലീൻ നിർത്തും. ഇങ്ങനെ 3 വഖഫ് ഉണ്ടോ ഖുർആനിൽ? ഉണ്ടോ? ഇല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. കാരണം എന്താ? ഫാത്തിഹ നമ്മൾ എത്ര ഗൗരവമായിട്ട് എടുക്കണം, അല്ലേ? ഫാത്തിഹയിൽ അവസാനം ഒരു മദ്ദുണ്ട്, വലിയൊരു മദ്. ഏത് മദ്ദാണ്? വലല്ലാലീൻ എന്ന് പറയുന്ന മദ്. എന്ത് മദ്ദാ? അവലല്ലാലീൻ എന്ന് പറയുമ്പോ ഈ മദ് എന്ത് മദ്ദാണെന്ന് അറിയോ? മുൻഫസിലല്ല മക്കളെ, മദ് ലാസിമാണ്. എന്താണ് മദ്? ലാസിം. ലാസിം 2 വിധത്തിൽ വരും. കെലിമിയും വരും, ഹർഫിലും വരും. കെലിമത്തിലും വരും, ഹർഫിലും വരും. ഇത് കെലിമത്തിൽ വന്നതാ, ഒരു പദത്തിലുള്ളതാണ്. ഹർഫിൽ വരുന്നത് അക്ഷരങ്ങളിലായിരിക്കും വരുന്നത്. അക്ഷരങ്ങളിലായിരിക്കും എന്ത് വരുന്നത്? ഹർഫിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എങ്ങനെ ഹർഫ് എന്ന് പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ കൊണ്ട് അല്ലാഹു തആല തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ എല്ലാ ഘടനയും തീരുമാനിച്ച ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാണ്? അപ്പൊ ചില സൂറത്തുകൾ തുടങ്ങുന്ന ചില ഹർഫിലൂടെ ആയിരിക്കും, അല്ലേ? അല്ലാഹു പേര് വിളിച്ച അക്ഷരങ്ങളുണ്ട്. എന്തുവാണ്? അക്ഷരങ്ങളുണ്ട്. അത് മദ് ഇല്ലാത്ത അക്ഷരമുണ്ട്, മദ് ഉള്ളതുകൊണ്ട്, മദ് ഓവറോൾ മദ്ദുണ്ട്. അതായത് തോനെ നീട്ടേണ്ടതുണ്ട്, മീഡിയം നീട്ടേണ്ട അക്ഷരങ്ങളുണ്ട്. അല്ലാഹു പേര് വിളിച്ച അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയോ? ഖുർആനിൽ 14 അക്ഷരങ്ങൾ. 14 അക്ഷരങ്ങൾ അല്ലാഹു പേര് വിളിച്ചുച്ചരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അക്ഷരം ഏതാണ്? അലിഫ്. അലിഫ് ലാം മീം. അല്ലാഹു പേര് വിളിച്ചല്ലയോ? ഒരായത്തല്ലയോ? യാസീൻ. അല്ലാഹു പേര് വിളിച്ചല്ലയോ? അല്ലേ? ത്വാഹ. അല്ലാഹു പേര് വിളിച്ചല്ലയോ? ഓരോ അക്ഷരങ്ങളല്ലയോ അത്, അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ കറക്റ്റ്